ഇതിനകത്ത് പുഷ്പട്ടം വരുന്നില്ലേ? അത് ബട്ടർ ഷർട്ട് വരാം. പുഷ്പട്ടം വരുന്നത് അത് കീ സ്റ്റാർട്ട് വരാം. ഇത് കീ സ്റ്റാർട്ടാണ് എക്സല്. അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പിലോട്ട് ജസ്റ്റ് ഒരു ഹായ് വിട്ട ലിങ്ക് വരാം. ലിങ്കിൽ കയറിയാൽ നമ്മളുള്ള സ്റ്റോക്കുകൾ എല്ലാ വണ്ടികളെ സണ്ണി ഞങ്ങളിപ്പോൾ ഒരുപാട് വിറ്റല്ലോ. പൊതുവേ സണ്ണിക്ക് എങ്ങനെ മെക്കാനിക്കൽ കംപ്ലൈൻസ് വലിയ കംപ്ലൈൻസ് ഒന്നും വരുന്നില്ല. 2017 പെട്രോൾ സിംഗിൾ ഓണർ കമ്പനി സർവീസ് 96,000 കിലോമീറ്റർ. 2015 റീ ആയി കഴിഞ്ഞ KL 84 റീ ആയി കഴിഞ്ഞ ഫോർച്യൂണർ നിങ്ങൾക്ക് കൊണ്ടുവരും. 2015 മോഡലാണ്, 2 വീൽ ഓട്ടോമാറ്റിക്. ഇത് 2018 സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസ് ഉണ്ട്. 57 ഓടിയിട്ടുള്ളൂ. 18 RXT ആണ്. ഓപ്ഷനിലും കൂടെ ഉണ്ടാവും ഇതിന്റെ മേല. അതിന്റെ തൊട്ട് താഴെ സലിം കാ, വെൽക്കം ടു 2026 ഫസ്റ്റ് വീഡിയോ നിങ്ങളെ വെച്ചിട്ടാ. നിങ്ങളാണല്ലോ ഞാൻ കാണി കണ്ടത്. ഈ കൊല്ലങ്ങളത് കഴിഞ്ഞ് ഇന്ത്യ പോക്ക നിങ്ങളത് പറ്റ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ 2026 കേസ് കാസിൽ സലീം ഖാന്റെ കൂടെയാണ്. പ്രതീക്ഷയില്ല 1-ാം തീയതി നിങ്ങൾ കയറി വരുന്നുള്ളേ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. എന്തായാലും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരുടെയും ഈ വർഷം അടിപൊളി ആവട്ടെ. അതെ, എല്ലാവർക്കും കാർ എടുക്കാൻ സാധിക്കട്ടെ. അത് തന്നെ പറയാം. അപ്പോൾ കേസ് കാസിൽ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കരിപ്പൂർ എയർപോർട്ടിന്റെ അടുത്തായിട്ട് തറയിട്ടാലെന്ന സ്ഥലത്തായിട്ടാണ് ലൊക്കേഷൻ. അതെ, ഓക്കെ. കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കൊണ്ടാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും കൊല്ലം സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് വണ്ടികൾ തന്നെ. ഒരു കൊല്ലം മോഡൽ കുറഞ്ഞതിനെ കൊണ്ട് വില കുറച്ച് കൊടുക്കാം. അതാ പറഞ്ഞ മോഡൽ പറഞ്ഞല്ലോ. കുറെ ആളുകൾ കഴിഞ്ഞ മാസം വണ്ടി എടുക്കാതെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി കൊടുക്കുന്നില്ലായിരുന്നു. കാരണം 1-ാം തീയതി ആയിട്ട് കൊടുക്കാം. പുതിയ റേറ്റിന് കൊടുക്കാൻ വെച്ചിട്ടേ. അങ്ങനെ ചെയ്യാം നമുക്ക് കേട്ടോ. ഓക്കെ, വീണ്ടും ഈ കൊല്ലത്തെ അവസാനത്തെ വീഡിയോ നിങ്ങളുടെ കൂടെ തന്നെ ചെയ്യണം. ഈ കൊല്ലത്തെ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ വീഡിയോ ഇടുക. ഓക്കെ, ആദ്യ വാഹനം ഒരു അടിപൊളി സഡാൻ കാറ്റഗറി ഹ്യുണ്ടായി വർണ്ണ KL 38 രജിസ്ട്രേഷൻ വണ്ടി. ഇതെങ്ങനെ ഡീറ്റെയിൽ? അല്ല, നമ്മൾ സാധാരണ അവിടെയാണ് നിൽക്കല്. എന്താ ഇവിടെ എത്തിയേ? ഞങ്ങളെ വീഡിയോയിൽ ഇങ്ങനെ ആരോമാർക്ക് ഇങ്ങനെ ആക്കിയാലേ നിങ്ങള് മുടിയുടെ സ്റ്റൈൽ നോക്കിയിട്ടല്ലേ. ഇത് 2019 64,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ SX വേരിയന്റ്. ഓക്കെ, ടോപ്പിന്റെ തൊട്ട് 64,000 കിലോമീറ്റർ 6,60,000 രൂപ ഫുൾ ലോൺ കൊടുക്കാം. 660 വർണ്ണ SX അല്ലേ വേരിയന്റ്? പെട്രോൾ. ഓക്കെ, മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ 1.6 ലിറ്റർ എഞ്ചിനാണ്. പവർഫുൾ വണ്ടിയായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല അടിപൊളി നമ്പറുണ്ട്. 0123 അങ്ങനെ നമ്പർ വരുന്നത് അല്ലേ? 0123 തുടങ്ങിയാണ്. അതെ, നിങ്ങളോട്ടില്ല. പിന്നെ ക്രൂസ് കൺട്രോള്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, പുഷ് ബട്ടൺ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും അലോയ്സ് അടക്കമുള്ള ഫീച്ചേഴ്സും വരുന്ന നല്ല അടിപൊളി ഒരു വാഹനമാണ്. 6,60,000 660 ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ പറ്റും. വേറെ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? മേജർ മൈനർ ഒന്നുമില്ല. ഇവിടെ ഡോറിന്റെ കളർ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ കണ്ടില്ലേ ചെറിയൊരു സ്ക്രാച്ച് വണ്ടി ക്ലിയർ ആയി കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ സ്വിഫ്റ്റ് ആണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനം. ഇതും നമുക്കൊരു ഫുൾ ഓൺ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഫുൾ ഓണാ? 2017 സിംഗിൾ ഓണർഷിപ്പിൽ 1,15,000 കിലോമീറ്റർ ഡീസൽ VDI. എല്ലാം കാണാപ്പാടം പഠിച്ച് ഡീസൽ VDI സിംഗിൾ ഓണർഷിപ്പ് 2017 മോഡൽ വണ്ടിയാണ്. 1.17 സർവീസ് ഒക്കെ ഉണ്ടോ? മേജർ എടുത്തിട്ടില്ല. ഓക്കെ, എന്തായാലും റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? മേജർ ആക്സിഡന്റുകളൊന്നുമില്ല, റീപ്ലേസ്മെന്റുകളും കാര്യമൊന്നുമില്ല. ഡീസലാണ്. ഒരു 18 റേഞ്ച് നല്ല മൈലേജ് കിട്ടും. ഫ്രണ്ടിൽ കുഴപ്പമില്ലാത്ത ടയർസ് ഉണ്ട്. പുറകിൽ രണ്ടും പുത്തൻ ടയറാണ്. ഓടിയിട്ടില്ല. ഓക്കെ, പുറകിൽ ആവറേജ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡീസൽ സ്വിഫ്റ്റ് മൈലേജിൽ ഫുൾ ഓണിൽ എടുക്കാൻ പറ്റിയൊരു വണ്ടി 17 മോഡൽ. എത്രയാണ് ചോദിക്കുന്നത്? 4,50,000 രൂപയ്ക്ക് 17 VDI സിംഗിൾ ഓണർഷിപ്പ് സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകും. ഫുൾ ലോണും കിട്ടും. വേറെ ഇപ്പോൾ വർക്കൊന്നുമില്ലല്ലോ? വർക്കൊന്നുമില്ല. ഇനി പിന്നെ ഇതുവരെ നമ്മളെല്ലാം കാര്യം ചെക്ക് ചെയ്ത് വെച്ചതാണ്. എന്നിരുന്നാലും എടുക്കുന്ന ആള് ചെക്ക് ചെയ്തിട്ട് എടുക്കുക എന്നേ പറയുള്ളൂ. വണ്ടിനെ കുറിച്ച് അറിയുന്ന ആളോ മെക്കാനിക്കിനെ കൂട്ടി വന്നിട്ട് അതാണ് എല്ലാവർക്കും നല്ലത്. എല്ലാവർക്കും ചെക്ക് ചെയ്തെടുത്താൽ ഷോറൂം പോയിട്ട് എടുക്കുകയാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെ സൈഡിൽ നിന്നും കൂടി ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. നമ്മൾ വീഡിയോ ചെയ്ത ഷോറൂമിലൊക്കെ പോയിട്ട് പലരും ഡയറക്റ്റ് പൈസ അയച്ചു കൊടുത്തിട്ട് വണ്ടി കാണാതെ പോലെ എടുത്തു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടി ക്ലിയർ ആക്കിയാൽ ഒരു ഡബിൾ നല്ലത്. അതെ, ഡബിൾ നല്ലത്. ഓക്കെ, അടുത്ത വണ്ടി. അടുത്തതാ നിസാൻ സണ്ണി KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം. ഇനി സണ്ണി തന്നെ KL 38 വണ്ടി അവിടെ വേറെ ഒന്നുണ്ട്. 38 ബ്ലാക്കും ഉണ്ട് വേറെ. ഇത് വൈറ്റ് ആണ്. ഇത് കേരള വണ്ടി തന്നെയാ? ഇത് കേരള വണ്ടിയാണ്. രണ്ടും കേരള വണ്ടി. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2012 XV ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,42,000 കിലോമീറ്റർ ഡീസൽ XV ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഇത് 2,60,000 2,60,000 രൂപ. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2012 13 റേസറാണ്. അത് 2,40 ഉള്ളൂ. 2,40 ബ്ലാക്ക്. അത് XL ആണ്. ഇത് XV ആണ്. ഇത് XV ആണ്.
2012 മോഡൽ, മറ്റേ 13 മോഡൽ. പക്ഷേ ഇതിൽ ഓപ്ഷൻ കൂടുതലാണ്. ഇതിലത് പുഷ്പട്ടം വരുന്നില്ലേ? അത് പെട്ടെന്ന് വരാം. പുഷ്പട്ടം വരുന്നത് അത് കീ സ്റ്റാർട്ട് വരാം. ഇത് കീ സ്റ്റാർട്ടാണ് എക്സൽ. അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പിലോട്ട് ജസ്റ്റ് ഹായ് വിട്ട ലിങ്ക് വരും. അല്ലെങ്കിൽ കയറിയ നമ്പറുള്ള സ്റ്റോക്കുകൾ എല്ലാ വണ്ടികളെ സണ്ണി ഇപ്പോൾ ഒരുപാട് വിറ്റല്ലോ. പൊതുവേ സണ്ണിക്ക് അങ്ങനെ മെക്കാനിക്കൽ കംപ്ലൈൻസ് വലിയ കംപ്ലൈൻസ് ഒന്നും വരുന്നില്ല. മെയിനായിട്ട് ഇതിന്റെ ഇഞ്ചക്ടറിന്റെ പ്രശ്നമാണ് വരിക. പിന്നെ ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും അല്ലേ? 20 മേലെ കിട്ടും. ക്ലെയിമർ 22 കിട്ടും. ക്ലെയിമർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കയറും? ലോൺ ഇപ്പോൾ 1 ലക്ഷം രൂപ പറഞ്ഞാൽ മതി. 1 ലാഖ് വരെ. ഇപ്പോൾ ഇയർ പിന്നെയും മറിഞ്ഞില്ല. ലോൺ എത്രയേ കിട്ടുള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും സെഡാൻ KL 10 റീ ആയതാണോ? അതെ, ഫാൻസി നമ്പറിലോട്ട് റീ ആയതാ. 80. പിന്നെ അൾട്ടിസ് ആണ്. നല്ല അടിപൊളി അലോയ് വീല് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തേക്കുന്ന വണ്ടി ചെയ്തിട്ടുണ്ട്. ഏതാ മോഡൽ? ഇത് 2011 ജെ ആണ്. AC, പോസ്റ്റർ, 4 വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം വർക്കിംഗ് അല്ലേ? ഓക്കെ. പിന്നെന്താ, പിന്നെ മേജർ ക്ലെയിമും കാര്യം എന്തെങ്കിലും അതൊന്നുമില്ല അല്ലേ? ഓക്കെ. 11 ജെ. ഇതിപ്പോൾ കേരള നമ്പറായി. ഇനി നിങ്ങളൊന്നും ചെയ്യാനുമില്ല. ഡീസലാ? 11 അല്ലേ? ഡീസൽ 11. ഓക്കെ. മൈലേജ് ഉണ്ടാവോ? മൈലേജ് 18 രൂപ കിട്ടും. 18 റേഞ്ച്. ഓക്കെ. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് 310. ഇതിൻ്റെ ഓട്ടോ എത്ര പറഞ്ഞ? ഓട്ടോ 164. 164. ടൊയോട്ടയാണ്. ചെക്ക് ചെയ്യാം. ഓടാം. ഓക്കെ. ലോണും സണ്ണീനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ചാൻസ് ഉണ്ടോ? ഇതിൽ 2 എന്തായാലും കിട്ടും. 2 ലക്ഷം വരെ കിട്ടും. ഓക്കെ. നമ്മൾ പറയുന്ന പ്രൈസ് ഫൈനലല്ലോ? ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അത് നിങ്ങൾ പോലെ ഇത് അടുത്ത മെയിലാണ് പേപ്പർ ടെസ്റ്റ് വരിക. ടെസ്റ്റിലെ റേറ്റ് ചെയ്യാനുള്ള പൈസ നമുക്ക് ഇതിലേക്ക് കുറച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് കൊടുക്കാം. അടുത്ത മെയിലാണ്. അടുത്ത മെയിലാണ് ഈ മെയിൽ. സണ്ണി കണ്ടു. അടുത്തതാ മൈക്ര KL 43 രജിസ്ട്രേഷൻ ആണ്. മാറിയതാ? അല്ലല്ലോ. അല്ല, വേണേ മാറണ്ട. 2012 XV വട്ടഷെഡിന്റെ. ഓക്കെ. ഏറ്റവും ഫുൾ ഓപ്ഷൻ 12 മോഡലാണ്. പഴയ ഷേപ്പാണ്. ഇത് കഴിഞ്ഞ പാട് പിന്നെ ഈ ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ പുതിയ ഷേപ്പും കാണിച്ചു കൊടുക്കാം. ബാക്ക് ഉണ്ട് അല്ലേ? പുതിയ ഷേപ്പ്. ഓക്കെ. ഓട്ടോ 1.23. ഡീസലോ പെട്രോളോ? ഡീസൽ 1.23 ഓടിയ 2012 മോഡൽ മൈക്ര. 3ാമത്തെ ഓണർഷിപ്പ്. ക്ലെയിമും കാര്യമൊന്നുമല്ലോ. ഇല്ല. മൈലേജ് ഉണ്ടാവേ. സണ്ണീനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ 18-20 കുറച്ചുകൂടി കൂടും. ബോഡി വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്. അതെ, മൈലേജ് നല്ല കിട്ടുന്ന വണ്ടിയാണ്. പിന്നെ ഡീസൽ വണ്ടിക്ക് എല്ലാത്തിനും പൊതുവേ വരുന്ന കംപ്ലൈൻ്റ് ആണ് ഇഞ്ചക്ടർ. അത് എങ്ങനെയായാലും ശ്രദ്ധിക്കണം അല്ലേ? ഇപ്പം കുഴപ്പമൊന്നുമില്ല. വർക്ക് എടുക്കണം. എന്തായാലും ഇഞ്ചക്ടർ പണി വരും. കുറച്ച് കൂടുമ്പോൾ പിന്നെയും പണി വരും. വർക്ക് എടുക്കണം. അതിന് കണക്കായിട്ട് ഒരു ഡീസൽ വണ്ടി വർക്ക്ഷോപ്പർക്ക് പണി ഉണ്ടാവുള്ളൂ. അതെ, ഞാൻ കുറേ കാലം കൊണ്ടുവരുന്ന വർക്ക്ഷോപ്പിലായിരുന്നില്ലേ? അങ്ങനെയല്ല, വർക്ക്ഷോപ്പില്ല. നല്ല മൈലേജ് കിട്ടും. പക്ഷേ അതിൻ്റെതായ പണി നമ്മൾ എടുപ്പിക്കണം. അത്രേ ഉള്ളൂ. ഒന്നുമില്ല. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 2 ലാഖ്. നമുക്കത് കുറക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഓക്കെ. 2 ലക്ഷം ചോദ്യമാണ്. പുഷ്പട്ടർ അടക്കം വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ 2012 ഡീസൽ മൈക്ര. ലോൺ കിട്ടുമോ? ചാൻസ് ഉണ്ടോ? ലോണ് 1 to 1.5 വരെ നോക്കാം. ബാങ്കിന് കിട്ടും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത മൈക്ര ന്യൂ ഷേപ്പിലേക്ക് മാറിയ മൈക്രയാണ്. KL 10 റീ ആയതാണ് അല്ലേ? 2015 മോഡൽ. 15 ഡീസൽ ആയിരിക്കും അല്ലേ? ഡീസൽ XL 1,10,000 കിലോമീറ്റർ. മിഡിൽ ഓപ്ഷൻ ആണ്. ഇതിൽ പുഷ്പട്ടം വരില്ല. ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അതാണ് പവർവിൻഡോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടയറിന്റെ മെച്ചിലിനാണ്. മെഷ്ലിൻ. ഓക്കെ. ക്ലെയിമോ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ എന്തെങ്കിലും ഒന്നുമില്ല. ഓക്കെ. ഡീസൽ മൈക്ര നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജ് കാര്യമെല്ലാം കിട്ടും. ഷേപ്പ് മാറി. രണ്ട് ഷേപ്പാണ്. ഷേപ്പ് ഇഷ്ടപ്പെടുന്ന പലരും ഉണ്ടാവും. എത്ര ഇനി ചോദിക്കുന്നത്? ഒരുപാട് തവണ ആൾക്കാർ ഷേപ്പ് മാറ്റും ചെയ്യും. ഇല്ല. പിന്നെ ഇത് 2.40. 2,40,000 രൂപയ്ക്ക് 2015 റീ ആയ മൈക്ര നിങ്ങൾക്ക് കൊണ്ടുപോകും. നേരത്തെ കണ്ടത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ. ഇതിലിപ്പോൾ ഒന്നും ചെയ്യാനില്ല. പേപ്പർ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും അല്ലേ? 2030 പേപ്പർ ഉണ്ടോ? 2 ലാഖ് വരെ ലോൺ കിട്ടുമോ? നോക്കാം. മാക്സിമം ഫുൾ ലോണ് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. 2 to 2.5. അങ്ങനെ ഞാൻ 2 ലക്ഷമല്ലേ വെച്ചേ. എന്നിട്ട് നമ്മൾ വാരിക്കോരി കൊടുക്കുകയാണ്. ഓക്കെ. ഹോണ്ട അമേസ് KL 84 ഇവിടെ കൊണ്ടോട്ടി രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? കൊണ്ടോട്ടിയിലേക്ക് വന്ന വണ്ടിയാണ്. നിങ്ങളെ അമേസ് അല്ല, അതാണ് അമേസ്. അതിഥി തൊഴിലാളി അല്ലേ? അതിഥി മുതലാളിയാണ്. എങ്ങനെ ഡീറ്റെയിൽ? ആ ചെണ്ട അമേസ് അല്ല, അടിപൊളി അമേസ് ആണ്. 2019 മോഡൽ, 2020 റേസർ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് പോയി നമ്പർ ആക്കിയപ്പോൾ 83,000 കിലോമീറ്റർ. ഡീസലാ? ഡീസൽ. ഓക്കെ. 19 മോഡലും 20 രജിസ്ട്രേഷനും അല്ലേ? ഓക്കെ. ഡീസൽ അമേസ് ആണ്. 20-22 മൈലേജ് കിട്ടും. ഡീസൽ മാനുവൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? ഏതാ ഓപ്ഷൻ വരുന്നത്? എസ് ഓപ്ഷൻ. മിഡിൽ
ടു എയർ ബാഗ്, പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഫോൾഡ് കാര്യങ്ങളൊക്കെ വരും അല്ലേ? എല്ലാം വരും. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഡീസൽ അടിക്കുക, ഓട്ടിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. സർവീസ് ഹിസ്റ്ററി വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 6 രൂപ. 6,19,000 മോഡൽ, 20 രജിസ്ട്രേഷൻ, എസ് ഓപ്ഷൻ, ഡീസൽ, അമേസ്. 6 to 6.5 7 ലക്ഷം വരെ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ക്യാഷ് ബാക്ക് കൊടുക്കാം. ഓക്കെ, കേരള നമ്പറായിട്ടുള്ള കേരള വണ്ടിയായിട്ടുള്ള വ്യത്യാസമാണത്. അപ്പോൾ ഫുൾ ലോണ് കയറുന്നുണ്ട്, ക്യാഷ് ബാക്കും കിട്ടുവാണെങ്കിൽ. അപ്പോൾ താല്പര്യം എന്തായാലും വിളിച്ചോളൂ. ഡീസൽ അമേസ്. അടുത്ത വണ്ടിയിലേക്ക്. നേരത്തെ കണ്ട സ്വിഫ്റ്റിന്റെ ചെറിയൊരു കളർ ചേഞ്ച് ആണ്. KL 56 രജിസ്ട്രേഷൻ, സ്വിഫ്റ്റ് ഫസ്റ്റ് ഷേപ്പാണ്. ഈ ഷേപ്പിൽ നമ്മളെടുത്ത് ഒരു 6-7 വണ്ടി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. 3 അപ്പുറത്തിൽ 2-3-4 വണ്ടി വേറെ ഉണ്ട്. ഓക്കെ, ഈ 8, 9, 10 ഒക്കെ പുതിയ പേപ്പർ എടുത്ത വണ്ടികളാണ്. ഓക്കെ ഓക്കെ. 2009 വണ്ടി 2030 വരെ പേപ്പറുള്ള വണ്ടിയാണ്. ഓക്കെ, 30 വരെ കേട്ടോ. ഡീസൽ അപ്പോൾ ഒരു പോലെ മാറിയിട്ടാണ് എടുത്തിട്ടുണ്ടാവും അല്ലേ പേപ്പർ? ഓക്കെ, ഡീസൽ വീഡിയോ ഒക്കെ പുതിയ പേപ്പർ എടുത്ത വണ്ടികളാണ്. 2010 കൊണ്ട് പേപ്പർ എടുത്ത്. ഇങ്ങനത്തെ 6 സ്വിഫ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് അപ്പുറത്ത് തന്നെ തൊട്ടപ്പുറത്ത് തന്നെ ബ്ലാക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഇതുണ്ട്, കോപ്പർ റെഡും ഉണ്ട്. ഓക്കെ, ക്ലെയിമോ മേജർ അടി അങ്ങനത്തെ മേജർ ആക്സിഡന്റ് വണ്ടികൾ നമ്മൾ എടുത്തുണ്ടാവില്ല. നിലവിൽ വർക്കിംഗ് എങ്ങനെ? ഓക്കെ ആണോ? ഇതിപ്പോ കംപ്ലീറ്റ് വർക്ക് എടുത്ത വണ്ടി ഞങ്ങൾ. അതായത് സസ്പെൻഷൻ 4 മാറിയതാണ്. അതിൻ്റെ ലോവർ ആം, ബുഷ്, എൻഡ്, ജോയിൻ്റ് എല്ലാം മാറ്റാം. ഓക്കെ, അപ്പോൾ മൈലേജ് ഉള്ള സ്വിഫ്റ്റ് നോക്കി നടക്കുന്നുണ്ടെങ്കിൽ പഴയ ഷേപ്പാണ്. എത്രയാണ് ചോദിക്കുന്നത്? ഇത് 1,90,000. 1,90,000 രൂപയ്ക്ക് 2030 വരെ പേപ്പറുള്ള സ്വിഫ്റ്റ് ഡീസൽ വണ്ടി, അതും നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിൽ കുറഞ്ഞ വണ്ടികൾ വേറെ ഉണ്ട് കേട്ടോ. ഇനി വരുന്നുണ്ട് വണ്ടികൾ. എത്ര സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്വിഫ്റ്റ് ഇപ്പോൾ? സ്വിഫ്റ്റ് എന്തായാലും 2008-9 വണ്ടികൾ തന്നെയാണ്. ഒരു 10 രൂപ 20 രൂപേൻ്റെ കുറവുള്ള വണ്ടികളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഇന്നോവയാണ്. KL 53 രജിസ്ട്രേഷൻ. സലീം ക പറയുന്നുണ്ട് ഇത് ഓഫർ വണ്ടിയാണ്. ഞാൻ ഇന്നോവ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നോവയിലാണ് പെണ്ണുണ്ടേക്കുന്നത്. അല്ലേ? ഇല്ല. 2013 ഒറിജിനൽ കേരള വണ്ടി, വി ഓപ്ഷൻ. ഒറിജിനൽ കേരള വി ആണ്. 1,39,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. 38 ഓക്കെ, ഫുൾ കമ്പനി സർവീസ്. എത്ര ഓണർഷിപ്പ്? 3ാമത്താണ്. 2 ഓണർഷിപ്പ്. 3ാമത്തെ ഇപ്പോൾ ഞങ്ങൾ ആയതാണ്. നിങ്ങളുടെ പേരിലായതാണ് ജസ്റ്റ് അല്ലേ? സെക്കൻഡ് ഓണർ വരെ ഓടിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് അന്നത്തെ ഷേപ്പ് തന്നെ അല്ലേ? ഷേപ്പ് ഒന്നും മാറിയിട്ടില്ലല്ലോ? ഇല്ല ഇല്ല. ടൈപ്പ് 3 അല്ലേ ഇത്? ടൈപ്പ് 3 തന്നെ. ടൈപ്പ് 4 ഇത് ടൈപ്പ് 3 അല്ലേ? ടൈപ്പ് 3 ആണ്. നേരിക്ക് നോക്കുന്നല്ലേ? ഞാൻ നേരിക്ക് നോക്കിയിട്ടില്ലേ പറഞ്ഞേ, അത് നിങ്ങളുടെ ടൈപ്പ് 3 ആണ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 3 അന്നത്തെ ഷേപ്പ് തന്നെ മാറിയിട്ടൊന്നുമല്ല. 2012 പറഞ്ഞല്ലേ? 13 വി ഓപ്ഷൻ ആണ്. ഓക്കെ, എത്ര ചോദിക്കുന്നതിനിപ്പോൾ? 870. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഫുൾ സർവീസ് കമ്പനികളുടെ. 8,70,000 രൂപയ്ക്ക് ഈ ഒരു വി ഓപ്ഷൻ ഇന്നോവ കൊണ്ടുപോകാം. താല്പര്യമുള്ളവരെ വിളിച്ചോ. ടയേഴ്സ് അത്യാവശ്യം ഇല്ലേ? ഉണ്ട്, ഒരു 80% ഉണ്ട്. ഓക്കെ, ലോണ് കയറുമോ? ലോണ് 6 to 7 വരെ കയറും. കിട്ടില്ല. ഓക്കെ, അടുത്ത ഇന്നോവ ഒറിജിനൽ ഷേപ്പ് തന്നെ കിടക്കുന്ന ഇന്നോവ. KL 57 റീ ആയ വണ്ടി. അതെ അല്ലേ? യെസ്. എങ്ങനെ ഡീറ്റെയിൽ? 2006 മോഡൽ, 7 രജിസ്റ്റർ. 2027 വരെ പേപ്പർ ഉണ്ട്. G4. ഓക്കെ, G4 ഒരു ഷേപ്പ് മാറിയില്ല, സെയിം ഷേപ്പ് തന്നെ കിടക്കാണ്. പിന്നെ പേപ്പർ ഉണ്ട് 27 വരെ. ഓട്ടം എത്രയാ? ഓട്ടം 190 സംതിങ് ആണ് കാണിക്കുന്നതാണ്, നമ്മൾ ഉറപ്പിക്കുന്നില്ല. ഓക്കെ, എന്നാലും മേജർ ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, അത് നീറ്റ് വണ്ടിയാണ്. അടി പരിക്ക് അങ്ങനത്തെ ഒന്നുമില്ല മേജറായിട്ടുള്ള? അടിച്ചിട്ട് വേണം. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് 290. 2,90,000 രൂപയ്ക്ക് 27 വരെ പേപ്പറുള്ള G4 ഇന്നോവ നിങ്ങൾക്ക് കൊണ്ടുപോകാം. എല്ലാം വർക്കിംഗ് അല്ലേ? കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ് അല്ല. ഓക്കെ, സിൽക്കി ഗോൾഡ് കളർ. താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ലോണും കാര്യമൊന്നും കിട്ടൂല. അടുത്ത വണ്ടിയിലേക്ക്. ലോണ് കിട്ടുമോ? എന്താണ് പേട്ടാ ഇത്? 1-1.5 വരെ ശ്രീരാം കൊടുക്കുന്നുണ്ട്. ഫിനാൻസ് ആയിക്കോട്ടെ. അടുത്തതാ SUV ഫോർച്യൂണറാണ്. KL 84 റിയാദ. യെസ്. ഓക്കെ, ഗ്രില്ലൊക്കെ മാറ്റി ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് 2015 ഡീസൽ. 2015 ഫുൾ കമ്പനി സർവീസാണ്. 1,03,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1.3 പ്രോപ്പർ സർവീസാണ്. ഓക്കെ, നല്ല ടയർ ബാങ്ക് ഉണ്ടെന്നാലും മേജറായിട്ടുള്ള ക്ലെയിമോ കാര്യമൊന്നും ഒന്നുമില്ല. ഇതന്നെ ഇതിന്റെ 2 വീൽ മാനുവൽ ഉണ്ട് നമ്മുടെ അടുത്ത്. മാനുവൽ ചോദിക്കുന്നത് 12-20 ഇത് 15-30. 15,30,000 രൂപയ്ക്ക് 2015 റീ ആയിക്കഴിഞ്ഞ KL 84 റീ ആയിക്കഴിഞ്ഞ ഫോർച്യൂണർ നിങ്ങൾക്ക് കൊണ്ടുപോകും. 2015 മോഡലാണ്. 2 വീൽ ഓട്ടോമാറ്റിക്. ഇത് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ അഡീഷണൽ ഒന്നും ചെയ്യാനില്ല. പ്രോപ്പർ സർവീസ് പോയിട്ടുണ്ട്. നല്ലൊരു നീറ്റ് വണ്ടി. ലോൺ ഒന്നും ചെയ്യേണ്ട, ഡീസൽ അടിക്കാൻ ഓടുക. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് ഒരു 10 to 12 അല്ലേ?
13 രൂപ നോക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ മാനുവലും ഉണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതിനേക്കാൾ ഒരു 3 ലക്ഷം രൂപ മാറ്റമുണ്ട് അല്ലേ ഏകദേശം? ഓക്കെ. അടുത്ത മോഡലിൽ അടുത്തതാ ഹ്യുണ്ടായി ക്രെറ്റ KL 52 രജിസ്ട്രേഷൻ വാഹനം. ഇതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ 79 ഫാൻസി നമ്പർ. ഓ പറഞ്ഞോളി. എങ്ങനെ? 2017 പെട്രോൾ സിംഗിൾ ഓണർ, കമ്പനി സർവീസ്, 96,000 കിലോമീറ്റർ. വാവ്. ഓക്കെ. ഏത് ഓപ്ഷൻ? SX. അലോയ്സ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഫോൾഡിങ്, പിന്നെ പ്രൊജക്ടർ, ഹെഡ് ലാമ്പ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഓപ്ഷനാണ് SX. 17 മോഡലിൽ 90,000 ഓടിയിട്ടുള്ളൂ. പെട്രോൾ 96. പെട്രോൾ മാനുവൽ കമ്പനി സർവീസ്, ഫുൾ സർവീസ് ഉണ്ട്. ഓക്കെ. ക്രെറ്റയാണ്. ഒരു 11 ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 11-13 വരെയൊക്കെ മൈലേജ് കിട്ടുള്ളൂ പെട്രോള്. അതാ ചിരിച്ചോണ്ട് പറയുന്നത്. എത്ര ചോദിക്കുന്നത്? 6,60. 6,60,000 രൂപയ്ക്ക് 6 വരെ ലോൺ കൊടുക്കാം. 6 ലക്ഷം വരെ ലോൺ കിട്ടും. 60,000 രൂപ വേണ്ട നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാം. 17 ക്രെറ്റ, 96,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, പുതിയ ടയർ ഉണ്ട്, പ്രോപ്പർ സർവീസ് അല്ലേ? വെറുതെ പറയണ്ടോ? പറഞ്ഞോളി. ഓക്കെ. അടുത്ത വണ്ടി ദാ ഹോണ്ടയുടെ ഒരു പഴയ പ്രീമിയം SUV സെഗ്മെന്റ് വാഹനം. KL 10 റിയായത്. അതെ അല്ലേ? ഹോണ്ട CR-V ആണ്. ഓക്കെ. ഏറ്റവും ഫുൾ ഓപ്ഷനാണ്. 2005 മോഡൽ, 2026 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. പുതിയ ടാക്സ് ആണ്. ഈ വർഷം ലാസ്റ്റ് വരെ പേപ്പർ അല്ലേ? ഓക്കെ. ടാക്സ് 30 വരെ ഉണ്ട്. ഇൻഷുറൻസ് ഒക്കെ റെഡിയാണ്. പിന്നെന്താ, എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവറിന്റെ ഏതൊന്നും വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. പെട്രോൾ ആണ് വരിക. CR-V ആണ്. അന്നത്തെ മൈലേജ് ഒരു 8 to 11 ഒക്കെ കണ്ടാൽ മതി അല്ലേ? പെട്രോൾ വണ്ടിയാ. ഓക്കെ. പിന്നെ എൻജിൻ സൈഡ് ഹോണ്ട നോക്കേ വേണ്ട, അടിപൊളിയായിരിക്കും, പേടിക്കണ്ട. ഓക്കെ. മേജർ ക്ലെയിം അങ്ങനത്തൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ്. മോഡൽ നോക്കണ്ട, വണ്ടി അത്രയും പക്കയാണ്, നീറ്റാണ്. പിന്നെ 5 സീറ്ററാണ് വരിക. പക്ഷേ ഒരു 7 സീറ്ററുള്ള സ്പേസ് വണ്ടിയിലുണ്ട്. ബാക്കിൽ വേണമെങ്കിൽ ബെഞ്ച് ഇട്ടാൽ നമുക്ക് 7 സീറ്റർ ഉപയോഗിക്കാം. ഇരിക്കാം. ഓക്കെ. എത്രയും ചോദിക്കുന്നത്? 1,60,000. 1,60,000. ഇത് നമുക്ക് പേപ്പർ പുതുക്കണമെങ്കിൽ ഏകദേശം എത്ര കോസ്റ്റ് വരും? പേപ്പർ പുതുക്കണമെങ്കിൽ ടാക്സും റിന്യൂവലും കൂടെ ഒരു 16-17 രൂപ. 17 രൂപ കൂടിയ റേറ്റ്. ഈ വർഷം ലാസ്റ്റ് ആണ് ഏറ്റവും മാക്സിമം റേറ്റ്. നിങ്ങൾക്ക് ഇതിന് പുതുക്കാനാണെന്നുണ്ടെങ്കിൽ ടാക്സ് അടച്ചിട്ടുണ്ട്, വെറും 4 രൂപ വരുള്ളൂ. അത്രേ വരുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ വർഷം ലാസ്റ്റ് ആയി ചെയ്താൽ മതി അല്ലേ? ഓക്കെ. അപ്പോൾ അത്രയും കോസ്റ്റും വരുന്നുള്ളൂ. ഡിസംബർ വരെ പേപ്പറും ഉണ്ട്, ഒന്നും നോക്കണ്ട. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിൽ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് റെനോ ക്വിഡ് KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ. 2 ക്വിഡ് ഉണ്ട് ഇവിടെ. ഒന്ന് KL 11 ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ ഡീറ്റെയിൽ ഇത് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പറയാം. ഇത് 2018 സിംഗിൾ ഓണർ വണ്ടിയാണ്. കമ്പനി സർവീസ് ഉണ്ട്. 57 ഓടിയിട്ടുള്ളൂ. 18 RXT ആണ്. മാനുവൽ ഓപ്ഷനിലും കൂടെ ഉണ്ടാവും. ഇതിന്റെ മേലെ അതിന്റെ തൊട്ട് താഴെ ഇത് 2,60,000 രൂപയാണ്. അത് വേണമെങ്കിൽ 2017 ഓട്ടോമാറ്റിക് കിട്ടാണ്. RXL മിഡിൽ ഓപ്ഷൻ 80 സംതിങ് ഓടിയിട്ടുണ്ട്. അതും 2,60 തന്നെയാണ്. 2,60. ഇതിന് 2,60. മാനുവൽ 2018 ആണ്. അത് 17 ഓട്ടോമാറ്റിക്. 2 വണ്ടി ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 5,20,000 വരെ 5 ലക്ഷത്തിന് കൊടുക്കാം. 2 ഒരുമിച്ച് എടുത്തോ, ലാഭമാണ്. ഓക്കെ. 5 ലക്ഷം രൂപ. ഓക്കെ. അപ്പോൾ 2 മാക്സിമം ലോണും കാര്യമില്ലേ? എന്തായാലും 2 കൺഫേം ആണ്. നോക്കി ചേർക്കാം. ഓക്കെ. ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. 2-ന് 2,60 ആണ് മോഡൽ. ഓട്ടോമാറ്റിക് ആണ് അയച്ചിട്ട് വില കൂട്ടിയിട്ടില്ല. മാനുവൽ അയച്ച് റേറ്റ് കുറച്ചിട്ടില്ല. ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കഴിയാൻ. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ക്യാഷ് കാസ്റ്റിലേക്കുള്ള കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. സലീം ഖാനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അഭിപ്രായമില്ല എനിക്ക്. ഓക്കെ. ആരെയും പറഞ്ഞു എനിക്ക് അഭിപ്രായം ഇല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ വെക്കണം. താങ്ക് യു.